തൃശൂർ മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റു. ഈ സംഭവത്തിൽ വിചിത്രമായ ഒരു മറുപടിയാണ് പുതിയ ആരോഗ്യമന്ത്രിയായ K. മുരളീധരൻ നൽകുന്നത്. അതായത് വിദ്യാർത്ഥിനി പാമ്പിനെ ചവിട്ടിയാൽ പാമ്പ് തിരിച്ചു കുത്തും. ഇതാണ് K. മുരളീധരൻ്റെ വാദം. കേൾക്കാവുന്നത്. ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചൊരു PG വിദ്യാർത്ഥിനിയെ പാമ്പ് കടിച്ചത് അവിടെ കഴിഞ്ഞ 30-ാം തീയതി ഞങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളും ക്ലീനാക്കി വെക്കുക എന്നുള്ള എൻ്റെ ഒരു തുടക്കം പദ്ധതി ഉണ്ടായിരുന്നു. ആ തുടക്കം പദ്ധതിയിൽ ആ മെഡിക്കൽ കോളേജിലെ കാടുകളൊക്കെ വെട്ടിത്തെളിയിച്ചപ്പോൾ ഒരു പാമ്പ് രക്ഷപ്പെട്ട് ഒരു കാറിൻ്റെ ടയറിൻ്റെ അടിയിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. ഈ PG വിദ്യാർത്ഥിനി വന്ന് കാറിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ മേത്ത് ചവിട്ടി. പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കൊത്തുമല്ലോ, അങ്ങനെ കൊത്തിയതാണ് സാർ. അല്ലാതെ അങ്ങ് ഉദ്ദേശിച്ച പോലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് വെച്ച് ഒരു ഡോക്ടറെ പാമ്പ് കൊത്തിയിട്ടില്ല. തീർച്ചയായും അഞ്ജു എസ് പാലൻ തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. അഞ്ജു, ഈ PHC സെൻറ്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയാണ് ഈ വീഴ്ചകൾ. നേരത്തെയൊക്കെ ഒറ്റപ്പെട്ട വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പോലും വലിയ രീതിയിൽ അതിനെ പർവ്വതീകരിച്ച് മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിയവർ ആണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഈ മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ വീഴ്ചകൾ. തിരുവനന്തപുരത്ത് ICUയിലുള്ള രോഗിയുടെ കാലിൽ പുഴുവരിക്കുന്നു. മഞ്ചേരിയിൽ ശസ്ത്രക്രിയക്കിടെ ഞരമ്പ് മുറിച്ചു മാറ്റുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെ കട്ടിൽ നിന്ന് താഴേക്ക് വീണ് ഒരു രോഗി മരിക്കുന്നു. ഇപ്പോഴിതാ PH സെൻറ്ററിലും. ഇതിൻ്റെയൊക്കെ മറുപടിയാണ് വിചിത്രമായി തോന്നുന്നത്. അഞ്ജു എസ് പാലൻ. തീർച്ചയായിട്ടും അജിൻസർ, ഈ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അധികൃതരുടെയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന മറുപടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ രക്തപരിശോധനയുമായി ബന്ധപ്പെട്ട കേസിലും അത്തരത്തിലൊരു മറുപടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത്രയും വലിയൊരു പിഴവ് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിഴവ് സംഭവിച്ചത് എന്ന് അധികൃതരോട് ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്, റിസൾട്ട് വൈകി വാങ്ങിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു, അതിനുശേഷം റിസൾട്ട് വാങ്ങിക്കാൻ വൈകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കുന്നതിനുള്ളൊരു മറുപടി വരുന്നു. അത് മാത്രമല്ല, ഇപ്പൊ തൃശൂർ മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയേറ്റ ആ ഒരു വാർത്തയിലും വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പാമ്പിനെ ചവിട്ടിയാൽ തിരിച്ചു കടിക്കുമെന്നാണ്. ഇത്തരത്തിൽ വലിയ അനാസ്ഥകൾ മെഡിക്കൽ കോളേജിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അടക്കമുള്ള എല്ലാ ആരോഗ്യ മേഖലയിൽ നിന്നും ഓരോ ദിവസവും ഉണ്ടാകുമ്പോഴും ഒരു കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ ആ വീഴ്ച പരിശോധിക്കാമോ അങ്ങനെയുള്ള മറുപടി ഒന്നുമല്ല അധികൃതരുടെ ഭാഗത്തുനിന്നും വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇക്കണക്കിന് അഞ്ജു, ഈ പുഴുവരിച്ച കാര്യം ചോദിച്ചാലും അദ്ദേഹത്തിന്റെ മറുപടി വിചിത്രമായിരിക്കുമല്ലോ. ഇങ്ങനെ ചവിട്ടിയാൽ പാമ്പ് കടിക്കുമെന്നാണെങ്കിൽ പുഴുവരിച്ചതിനെ സംബന്ധിച്ച് ചോദിച്ചാലും ഇതുപോലെ വിചിത്ര മറുപടികളായിരിക്കും വരിക. തീർച്ചയായും അജിൻസർ, കാരണം ഈ ICU എന്ന് പറയുന്നത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ എങ്ങനെ ഈച്ച എത്തുക എന്ന് പോലും ഇപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ICUയിൽ വെച്ച് ആ മുറിവിൽ ഈച്ച അരച്ചത് കൊണ്ടാണ്, ഈച്ച മുട്ടയിട്ടത് കൊണ്ടാണ് ഇത്തരത്തില് പുഴു കയറാൻ സാധ്യത. എന്തുകൊണ്ടാണ് ഈ ICU പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈച്ച കയറുന്നത് എന്ന് ചോദിച്ചാൽ ഇതിലും വിചിത്രമായ മറുപടി തന്നെയായിരിക്കും വകുപ്പ് മന്ത്രി ഇനിയും പറയുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും ഇന്ന് റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനമായിരിക്കും അല്ലെങ്കിൽ എന്ത് നടപടിയായിരിക്കും ഇവർക്കെതിരെ എടുക്കുക എന്നുള്ള കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അപകടം പറ്റിയ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് 4 ദിവസം ഒരാള് ICUയിൽ കിടക്കുമ്പോൾ അയാളുടെ മുറിവൊന്ന് അഴിച്ചു നോക്കാനോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടെങ്കിലും ആ മുറിവൊന്ന് ഡ്രസ് ചെയ്യാനോ പോലും അവിടുത്തെ അധികൃതർക്കോ അല്ലെങ്കിൽ ജീവനക്കാർക്കോ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ വലിയ അലംഭാവം തന്നെയാണ് ആരോഗ്യ മേഖലയുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ അല്ലെങ്കിൽ മറുപടി കൃത്യമായി നൽകാൻ അവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പുതിയ സർക്കാർ മാറിയപ്പോഴത്തേക്ക് ജീവനക്കാരുടെ മനോഭാവം ാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിചിത്രമായ മറുപടികൾ കിട്ടുന്നത്. ഒരു ന്യായമായ ഒരു മറുപടി ഒരു രോഗിയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ പ്രതീക്ഷിക്കുമ്പോൾ അവരെ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ മന്ത്രി മാത്രമല്ല, ഇനി PH സെന്റർ വരെയും അതാണ്. കാരണം ഇപ്പോൾ ഈ ലിവർ ഫംഗ്ഷനിങ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉള്ള റിപ്പോർട്ട് ചെയ്യുന്നപ്പോൾ അത് വാങ്ങാൻ വൈകിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. നേരത്തെ വാങ്ങിക്കൂടെ എന്നാണ് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞതെന്നാണ് പറയുന്നത്. എന്തായാലും വിചിത്രമായ മറുപടികൾ കൊണ്ടാണ് ഇവർ ഈ പുഴുവരിക്കലിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നത് ആരോഗ്യ മേഖലയിൽ. എന്തായാലും അഞ്ജു പാലനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.